Now, economics, നമ്മുടെ Indian economic development, the most repeated questions ആണ് നമ്മളിവിടെ ഈ ഒരൊറ്റ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമുക്ക് 9 ചാപ്റ്റർ ഉണ്ട്. ഈ 9 ചാപ്റ്ററിലും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചാപ്റ്റർ വൈസ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ the most important characteristics on India's India's foreign trade under British colonial rule. അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ ഉള്ള സമയത്ത് നമ്മുടെ ട്രേഡിൽ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്, ലാർജ് എക്സ്പോർട്ട് ഡെഫിസിറ്റ്, ലാർജ് എക്സ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, ലാർജ് ഇമ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽ. ഇതിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ആണ്. കാരണം കുറേ സാധനങ്ങൾ നമ്മൾ റോ മെറ്റീരിയൽസും അതും ഇതൊക്കെ കയറ്റി അയച്ച് ഒരുപാട് ലാഭം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊരു ഗുണം തന്നെയാണ്, ലാർജ് എക്സ്പോർട്ട് സർപ്ലസ്. അടുത്തത് now the next one, before 1921, അതായത് 1921 മുന്നേ ആണ് കേട്ടോ. ആഫ്റ്ററും ഉണ്ട് ബിഫോറും, രണ്ടും ചിലപ്പം പരീക്ഷയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ബിഫോർ ആണെങ്കിൽ ഇന്ത്യ വിച്ച് സ്റ്റേജ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്നാണ്. അതായത് 1921 മുന്നേ ഇന്ത്യ ഏത് ഡെമോഗ്രാഫിക് ട്രാൻസിഷനിലായിരുന്നു എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആണ്. നേരെ മറിച്ച് ക്വസ്റ്റ്യൻ ആഫ്റ്റർ 1921 ആണെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾ എഴുതേണ്ട എന്താണ്? സെക്കൻഡ് സ്റ്റേജ് ആണ് നിങ്ങളുടെ ഉത്തരം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും നോക്കണം. ബിഫോർ 1921 ഇന്ത്യ ഫസ്റ്റ് സ്റ്റേജ് ആണ്, ആഫ്റ്റർ 1921 ഇന്ത്യ സെക്കൻഡ് സ്റ്റേജിലാണ്. നൗ ദ ഒഫീഷ്യൽ സെൻസസ് ഓഫ് ഇന്ത്യ 1881. നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യ സെൻസസ് എടുത്തത് 1881 പക്ഷെ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ എടുത്തത് 1951 ആണ് കേട്ടോ. അപ്പൊ നോക്ക്, ദ ഫസ്റ്റ് ഒഫീഷ്യൽ സെൻസസ് എന്നാ കൊടുത്തത്. ആദ്യം നമ്മൾ കൊടുത്തതാണ്, സെൻസസ് എടുത്തതാണ് 1881. നൗ സെക്കൻഡ് ചാപ്റ്ററിലാണ് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ്, അതായത് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി ഇൻ ബിറ്റ്വീൻ 1950 to 1990. ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ ഓഫ് 1950. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ വന്ന വർഷമാണ് 1950. മക്കളെ, ഇന്ന് നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ എന്നല്ല അതിനെ വിളിക്കുന്നത്, അതിന്റെ പേര് മാറ്റി ഇറ്റ് ഈസ് നോൺ ആസ് നീതി ആയോഗ്. രണ്ടാമത്തത്, വിച്ച് among the following is known as വേൾഡ് ബാങ്ക്? വേൾഡ് ബാങ്ക് എന്ന് വിളിക്കുന്നത് ആരെയാണ്? ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഷോർട്ട് ഫോം വി ക്യാൻ റൈറ്റ് IBRD. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇതിനാണ് വേൾഡ് ബാങ്ക്. നൗ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ടു പ്രൊമോട്ട് ഈക്വിറ്റി ഇൻ അഗ്രികൾച്ചർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇൻ ഇന്ത്യ? അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ കൃഷിയിൽ സമത്വം വരാൻ വേണ്ടി ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്ത പല മെഷേഴ്സ് ഉണ്ട്. അതിൽ ഏതാണ് മെഷേഴ്സ് എന്നാണ്. ഇതൊക്കെ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിൽ ഈക്വിറ്റി സമത്വം വരാൻ വേണ്ടി ചെയ്തത് അഡ്വാൻസ്മെന്റ് ടെക്നോളജി ആണോ, സെൽഫ് റിലയൻസ് ആണോ, ലാൻഡ് റിഫോംസ് ആണോ, ഡൈവേഴ്സിഫിക്കേഷൻ ആണോ? ലാൻഡ് റിഫോംസ് ആണ്. കാരണം ലാൻഡ് റിഫോംസ് അനുസരിച്ച് ശരിക്കും കൃഷിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് കൊടുക്കുകയാണ്? സ്വന്തമായിട്ട് ഭൂമി പതിച്ച് നൽകുകയാണ്. അപ്പൊ അവിടെയാണ് എന്ത് വന്നത്? ഈക്വിറ്റി എന്ന് പറയുന്ന എലമെന്റ് വന്നിട്ടുള്ളത് കേട്ടോ. Now the next one, which of the following statement is not true? ഇതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Not true with the respect of industrial policy resolution of 1956. നമുക്ക് 1956 3 എന്താ പറയാ ഇൻഡസ്ട്രീസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പെടാത്തതാണ് അബോളിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. അതിൽ പെട്ടിട്ടില്ല കേട്ടോ. Now the third chapter, liberalization, privatization and globalization ആണ്. അതിലെ privatization, privatization of the public sector enterprises by selling of part of equity to the public. കണ്ടോ? അതായത് ഗവൺമെന്റ് അവരുടെ ഷെയർസിന്റെ ഒരു ഭാഗം വിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇത് നിങ്ങൾക്ക് പലപ്പോഴായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച വൺ വേർഡ് ആണ് ഈ ചാപ്റ്ററിന് കേട്ടോ. Now which of the following is an indirect tax? Indirect taxന് ഏതാണ് എക്സാമ്പിൾ? That is goods and service tax, that is GST. Which of the following bank is known as World Bank? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു, that is known as IBRD. ഇതാണ് വേൾഡ് ബാങ്ക്. Now the next one, government taxation and public expenditure policies collectively known as ഫിസ്ക്കൽ പോളിസി. ഗവൺമെന്റിന്റെ ടാക്സും അതായത് വരുമാനം, അതാണ് ടാക്സ് പോളിസി. അതേപോലെ എക്സ്പെൻഡിച്ചർ, ഇതിനെക്കുറിച്ചുള്ള എന്താ പറയാ പോളിസീസിനെ കളക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫിസ്ക്കൽ പോളിസി. നൗ ദ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഔട്ട്കം ഓഫ് ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷന്റെ ഒരു പ്രധാന ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഔട്ട്സോഴ്സിംഗ് ആണ്. അതും വൺ വേർഡ് ചോദിക്കാറുണ്ട് കേട്ടോ. നൗ ദ നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡയറക്റ്റ് ടാക്സ്? ഡയറക്റ്റ് നേരിട്ടുള്ള നികുതി, അതാണ് ഡയറക്റ്റ്
ടാക്സിന്റെ എക്സാമ്പിൾ ഒന്നേ ഉള്ളൂ ഇതില്, ദാറ്റ് ഈസ് ഇൻകം ടാക്സ്. ആരെ മുകളിലാണോ ചുമത്തിയത് അയാൾ തന്നെ പേ ചെയ്യണം. ദാറ്റ്സ് ഓൾ. Now next chapter is concept of poverty. നമ്മുടെ poverty എന്നുള്ള ചാപ്റ്റർ ആണ്. ഇതിലും പലപ്പോഴായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോക്കിയേ, the poverty eradication wing of government of Kerala. ഇത് ലാസ്റ്റ് ടൈം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കേരളത്തിന്റെ പോവർട്ടി ഇറാഡിക്കേറ്റഡ് വിങ് എന്ന് പറയുന്നത് മക്കളെ നമ്മുടെ എന്താണ്, കുടുംബശ്രീ മിഷൻ ആണ്. അടുത്തത് ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ പോവർട്ടി പഠിക്കുന്നേ ഇല്ല. ഓക്കെ, ദാദാബായ് നവറോജി വാസ് അസോസിയേറ്റഡ് വിത്ത് വാട്ട്, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്. കണ്ടാ, ജയിൽ കോസ്റ്റ്, പ്രിസണേഴ്സിന്റെ മെനു കാർഡ് എടുത്തിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, അതാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്. അടുത്തത് ഹൂ യൂസ്ഡ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഡിസ്കസ് പോവർട്ടി. ആ ക്വസ്റ്റ്യൻ തിരിച്ചിട്ടു. അപ്പൊ അതാര് തന്നെയാണ്, ദാദാബായ് നവറോജി. ഓക്കെ, next one, who discussed the concept of poverty line first time after pre-independence India? Poverty line എന്ന് പറയുന്ന ആ ഒരു ഇമാജിനറി സങ്കല്പം ആര് കൊണ്ടുവന്നതാണ്? ആരാണ്? ദാദാബായ് നവറോജി. അയ്യോ, ദാദാബായ് നവറോജി ഇപ്പം നമ്മൾ കുറേ ആയി അല്ലേ. Now fifth chapter ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ. അഞ്ചാമത്തെ ചാപ്റ്റർ എന്ന് വരുന്ന ഇമ്പോർട്ടന്റ് വൺ വേർഡ് നോക്കിക്കോളൂ. വിച്ച് among the following facilitate institution that comes under health sector? കണ്ടോ, നമ്മുടെ രാജ്യത്ത് ഹെൽത്ത് സെക്ടറും ഹെൽത്ത് റെഗുലേറ്റ് ചെയ്യാനും അതേപോലെ വിദ്യാഭ്യാസം റെഗുലേറ്റ് ചെയ്യാനും കുറേ ഏജൻസികളുണ്ട്. അതിൽ ഹെൽത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ വന്നതാണെന്ത്, ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. മക്കളെ, ബാക്കിയുള്ളതൊക്കെ എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. നിങ്ങളുടെ NCERT, AICTE, UGC ഒക്കെ വന്നതെന്താണ്, എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഫിസിക്കൽ ക്യാപിറ്റൽ ഹ്യൂമൻ ക്യാപിറ്റലുമായിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന വേരിയബിൾസിന് ഡിവൈഡ് ചെയ്യണം. ഫാക്ടറി ബിൽഡിംഗ്, ഇതെന്താണ്, ഫിസിക്കൽ ക്യാപിറ്റൽ, PC. ഓക്കെ, റോഡ്, ദാറ്റ് ഈസ് ഓൾസോ ഫിസിക്കൽ ക്യാപിറ്റൽ അല്ലേ. ടീച്ചേഴ്സ്, ദാറ്റ് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് HC, ഹ്യൂമൻ ക്യാപിറ്റൽ. എഞ്ചിനീയേഴ്സും ആര് തന്നെയാണ്, ഹ്യൂമൻ ക്യാപിറ്റൽ. പോർട്ട് എന്താണ്, ഫിസിക്കൽ ക്യാപിറ്റൽ. സയന്റിസ്റ്റ് എന്താണ്, ഹ്യൂമൻ ക്യാപിറ്റൽ. പവർ ജനറേഷൻ പ്ലാൻസ് എന്താണ്, ഫിസിക്കൽ ക്യാപിറ്റൽ. ടെക്നീഷ്യൻസ് എന്താണ്, ഹ്യൂമൻ ക്യാപിറ്റൽ. നോക്കിയേ, അപ്പൊ ഇതില് നമുക്ക് എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 5 6 7 8. അപ്പൊ 4 എണ്ണം ഫിസിക്കൽ ക്യാപിറ്റലും 4 എണ്ണം എന്താണ്, ഹ്യൂമൻ ക്യാപിറ്റലും ആയിരിക്കും കേട്ടോ. Now match the column with B with A. അതായത് രണ്ടും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാനാണ്. പ്രിവെന്റീവ് മെഡിസിൻ. പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടി അതിന് മുന്നേ നമ്മൾ ചെയ്യുന്നതാണ്. അതാണ് എന്ത് മക്കളെ, വാക്സിനേഷൻ അല്ലേ, അതാണ് വാക്സിനേഷൻ. അടുത്തത് ക്യൂറേറ്റീവ് മെഡിസിൻ. ക്യൂറേറ്റീവ് മെഡിസിൻ എന്ന അസുഖം വന്നു എന്നിട്ട് ട്രീറ്റ് ചെയ്യണം, അതാണ് എന്ത്, ട്രീറ്റ്മെന്റ് ഇൽനെസ് ഡ്യൂറിങ്. അതായത് ട്രീറ്റ്മെന്റ് ഡ്യൂറിങ് ഇൽനെസ്, രോഗം വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് ട്രീറ്റ് ചെയ്യുന്നത് ക്യൂറേറ്റീവ് മെഡിസിൻ. നൗ കം സോഷ്യൽ മെഡിസിൻ. അതായത് അവയർനെസ് കൊടുക്കുകയാണ്. കൊറോണ വന്നോ, യൂസ് മാസ്ക്, യൂസ് സാനിറ്റൈസർ എന്നൊക്കെ പറയുന്നില്ലേ. സോ ദാറ്റ് ഇസ് സോഷ്യൽ മെഡിസിൻ. അതായത് സ്പ്രെഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ലിറ്ററസി, അതാണ് സോഷ്യൽ മെഡിസിൻ. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഇസ് റൂറൽ ഡെവലപ്മെന്റ്. നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് റൂറൽ ഡെവലപ്മെന്റ്. അതിന് വരുന്ന വൺ വേർഡ് നോക്കിക്കോളൂ. The increase in milk production. Milk production എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, ദാറ്റ് ഈസ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓക്കെ, now horticulture. Horticulture ഏതുമായിട്ട് റിലേറ്റഡ് ആണ്, the production of fruits and vegetables, അതുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മുടെ horticulture. Which of the following is an environmental issue? നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട എൻവയോൺമെന്റൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് ആണോ? അത് എൻവയോൺമെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇൻഫ്ലേഷൻ ആണോ? അതുമില്ല. ഇക്കണോമിക് ഡിപ്രഷൻ ആണോ? അതുമല്ല. പിന്നെ എന്താണ് മക്കളെ, ലാൻഡ് ഡീഗ്രഡേഷൻ. നമ്മുടെ ഈ ഭൂമി, ലാൻഡ്, മണ്ണ് ഇത് നശിക്കുകയാണ്, അതാണ് ഇമ്പോർട്ടന്റ് എൻവയോൺമെന്റൽ ഇഷ്യൂ. ഇത് ഓടുവണ്ണും കൂടിയാ. System of farming that restore, maintains and enhance ecological balance, that is known as organic farming. Ata adure type of farming. Now next one, which of the following is related to operation flood? Operation flood എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, milk production ഉമായിട്ട് റിലേറ്റഡ് ആണ്. Okay, now the 7th chapter, this is employment. ആ ചാപ്റ്റർ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചൊരു ചാപ്റ്റർ ആണ്, എംപ്ലോയ്മെന്റ് ഗ്രോത്ത്, ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്. അതിൽ നോക്കിയേ, the process of moving workers from self employment and regular salary to casual wage workers, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. സെൽഫ് എംപ്ലോയ്മെന്റ് എന്നും റെഗുലർ സാലറി എന്നും ഒക്കെ ആൾക്കാർ എങ്ങോട്ട് മൂവ് ചെയ്യുക, യെസ്, കാഷ്വൽ വേജിലേക്ക് മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. Person who own and operate an enterprises to earn their livelihood. ഒരാൾ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുക ഉപജീവന മാർഗത്തിന് വേണ്ടി, അങ്ങനെയുള്ളതാണ് നമ്മുടെ എന്ത് മക്കളെ, സെൽഫ് എംപ്ലോയ്മെന്റ്. അതാണ് സെൽഫ് എംപ്ലോയ്മെന്റ്. അടുത്തത്, which of the following indicates worker population ratio? എന്താണ് worker population ratio? ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വർക്ക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. അതാണ് പോപ്പുലേഷൻ റേഷ്യോ, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ കാണാനുള്ള ഫോർമുല.
An example of formal sector workforce. നമുക്കറിയാം നമ്മുടെ വർക്ക് ഫോഴ്സിനെ ഫോർമൽ എന്നും ഇൻഫോർമൽ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫോർമൽ സെക്ടർ വർക്കേഴ്സ് ആരാണ്? വർക്കേഴ്സ് ഇൻ പബ്ലിക് സെക്ടർ ആണ്. കണ്ടോ, ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെയാണ്. ബാക്കിയെല്ലാം അഗ്രികൾച്ചറും ഡെയിലി വേജ് ഒക്കെ ഇൻഫോർമൽ ആണ്. അപ്പം വർക്കേഴ്സ് ഇൻ ദ പബ്ലിക് സെക്ടർ ആണ് എന്ത്? നമ്മുടെ ഫോർമൽ സെക്ടർ. Unemployment prevailing in Indian farms. Indian farmsil കാണുന്ന ഒരു അൺഎംപ്ലോയ്മെന്റ് ആണ് ഇത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. അതായത് വേണ്ടതിലും കൂടുതൽ ആൾക്കാർ തിക്കി കുത്തി നിറഞ്ഞ് ജോലി ചെയ്യുന്ന അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, then write the suitable term for the following. suitable term എഴുതാൻ. ഇത് നമ്മളിപ്പം കഴിഞ്ഞാണ് ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ ഡിവൈഡ് ബൈ പോപ്പുലേഷൻ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? വർക്കർ പോപ്പുലേഷൻ റേഷ്യോ അല്ലെ? വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. Okay, now the second one. Workers who own and operate an enterprises. കണ്ടോ, സ്വന്തമായിട്ട് ഉപജീവനം തേടുന്ന അവരെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? സെൽഫ് എംപ്ലോയിഡ് അല്ലേ? ഇവരെ നമ്മൾ വിളിക്കും എന്ത്? സെൽഫ് എംപ്ലോയിഡ് എന്ന് വിളിക്കും. Process of moving from self employment and regular salary to casual wage workers. ഇവരെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് അല്ലേ? ഇവരെ നമ്മൾ കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇത് വൺ വേർഡും ഈ ചാപ്റ്ററിന് പ്രതീക്ഷിക്കുക കേട്ടോ. Now the next chapter sustainable development ആണ്. ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഐഡന്റിഫൈ ദ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡീഗ്രഡേഷൻ. ലാൻഡ് നശിക്കാനുള്ള കാരണങ്ങൾ ഡീഫോറസ്റ്റേഷൻ, പ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷൻ, ഓർഗാനിക് ഫാമിംഗ്, വെൽ മാനേജ്ഡ് ഇറിഗേഷൻ. അപ്പൊ ഇതൊന്നും അല്ല. അപ്പൊ ഏതാണ് നമ്മുടെ ലാൻഡ് നശിക്കാനുള്ള കാരണം? ഏതാണ്? ഡീഫോറസ്റ്റേഷൻ ആണ്. Okay, now the next one. Which of the following is an environmental issue? അതായത് പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ആണോ, ഗ്ലോബൽ വാർമിംഗ് ആണോ, ഇക്കണോമിക് ഡിപ്രഷൻ ആണോ, അൺഎംപ്ലോയ്മെന്റ് ആണോ? ദാറ്റ് ഈസ് ഗ്ലോബൽ വാർമിംഗ്. അത് കണ്ടാൽ അറിയാം, ബാക്കിയൊക്കെ വേറെന്തോ ആണ് അല്ലേ? ഇത് മാത്രമല്ലേ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ. Okay, now classify the following into biotic and abiotic components. അതായത് ജീവനുള്ളതും ജീവനില്ലാത്തതും. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്, അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത്. മക്കളെ, പ്ലാന്റ്സ്, ബേർഡ്, എയർ, വാട്ടർ. ഇതിൽ ഏതാണ് ജീവനുള്ളത്, ഏതാണ് ജീവനില്ലാത്തത്? പറയൂ. പ്ലാന്റ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സും അതേപോലെ ബേർഡ്സും എന്താണ്? ദീസ് ആർ ബയോട്ടിക് അല്ലേ? ഇതൊക്കെ ജീവനുണ്ട്. നേരെ മറിച്ച് എയർ ആൻഡ് വാട്ടർ ഇത് രണ്ടും എന്താണ്? ദീസ് ആർ അബയോട്ടിക്. ഓക്കെ, ദേ ആർ അബയോട്ടിക് ഫാക്ടേഴ്സ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ. കംപ്ലീറ്റ് ദ ചാർട്ട് ഷോയിങ് ഫങ്ഷൻസ് ഓഫ് ദ എൻവയോൺമെന്റ്. ഫംഗ്ഷൻ പ്രൊവൈഡ് എസ്തെറ്റിക് സർവീസസ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി മൂന്നെണ്ണമാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, പ്രൊവൈഡ് എസ്തെറ്റിക് സർവീസസ്. ഫസ്റ്റ് വൺ എന്താണ്? ഇറ്റ് സപ്ലൈസ് അല്ലെ? ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ്. ആദ്യത്തത്, നമ്മുടെ പ്രകൃതി നമുക്ക് ഒരുപാട് വിഭവങ്ങൾ തരുന്നു, റിന്യൂവബിളും നോൺ റിന്യൂവബിളും. സപ്ലൈ റിസോഴ്സസ്. അടുത്ത എന്താണ്? ഇറ്റ് അസിമിലേറ്റ് വേസ്റ്റ് അല്ലെ? ഓർമ്മയുണ്ടോ? ഇറ്റ് അസിമിലേറ്റ് വേസ്റ്റ്. അതായത് വേസ്റ്റിനെയൊക്കെ ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി ആർക്കുണ്ട്? നമ്മുടെ പ്രകൃതിക്കുണ്ട്. പിന്നെ ഏതാണ്? പ്രൊവൈഡ് ബയോഡൈവേഴ്സിറ്റി അല്ലെ? ഇറ്റ് പ്രൊവൈഡ് ജെനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അതുകൊണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ എന്ത്? Functions of environment. Now comes the last chapter, that is comparative development experience of India and its neighbors. അതില് which among the following countries has the highest urbanization? ഏറ്റവും കൂടുതൽ നഗരവൽക്കരണം നടക്കുന്നത് രാജ്യം എന്ന് പറയുന്നത് നമ്മൾ മൂന്നെണ്ണേ പഠിക്കുന്നുള്ളൂ, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ. അതിൽ ഏറ്റവും കൂടുതൽ urbanization ഉള്ളത് ഏതാണ്? ചൈനയാണ്. Now, which of the following countries has led great proletarian cultural revolution? അത് കൊണ്ടുവന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ ചൈനയാണ്. ഓക്കെ, now the following match ചെയ്യാനാണ് കേട്ടോ. കമ്മ്യൂൺ സിസ്റ്റം. എന്താണ് കമ്മ്യൂൺ സിസ്റ്റം എന്ന് ചോദിച്ചാൽ കളക്റ്റീവ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് ആണ് കേട്ടോ. ഹൈ ഫെർട്ടിലിറ്റി റേറ്റ് എവിടെയാണെന്ന് അറിയോ? ഹൈ ഫെർട്ടിലിറ്റി റേറ്റ് എവിടെയാണ്? പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ബർത്ത് റേറ്റ് നടക്കുന്നത്. ദി ഗ്രേറ്റ് പ്രോളിറ്റേറിയൻ കൾച്ചറൽ റെവല്യൂഷൻ അത് എവിടെയാണെന്നറിയോ? അതെന്താണെന്നറിയോ? ദ സ്റ്റുഡൻസ് വേർ സെൻഡ്, പ്രൊഫഷണൽ വേർ സെൻഡ് ടു വർക്ക് ആൻഡ് ലേൺ ഇൻ കൺട്രി സൈഡ് ആണ്. അതേപോലെ നമ്മുടെ ലാസ്റ്റ് വൺ ആണ് ഏത്? നമ്മുടെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, അതായത് മാസീവ് എംപ്ലോയ്മെന്റ്. ഓക്കെ, അത് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, ഇൻഡസ്ട്രിയലൈസിങ് ചൈന. Now, okay, finished.